കേരളത്തിലിറങ്ങിയ പത്രങ്ങളിലൂടെ ടി കെ റീജിത്ത് സഞ്ചരിക്കുന്നു. റീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രവിശേഷം. തീർച്ചയായും മന്ത്രി സജി ചെറിയാന്റെ രാജിയാണ് എല്ലാ പത്രങ്ങൾക്കും ലീഡ് വാർത്തയായി മാറുന്നത്. ഉൾപേജുകളിൽ നിരവധി റിപ്പോർട്ടുകളും ഇടം പിടിക്കുന്നു. ആദ്യം മാതൃഭൂമിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. വാക്ക് വിനയായി മന്ത്രി സജി ചെറിയാൻ പുറത്ത്, രാജി എന്ന തലക്കെട്ടോടുകൂടിയാണ് ലീഡ് വാർത്ത മാതൃഭൂമി തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ജനങ്ങളെ കൊള്ളയടിക്കാനുള്ളതാണെന്ന് ആക്ഷേപിച്ച സജി ചെറിയാൻ മന്ത്രിസഭയ്ക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാന റിപ്പോർട്ട് പുരോഗമിക്കുന്നു. തൽക്കാലം പുതിയ മന്ത്രിയില്ല. സജി ചെറിയാന് പകരം തൽക്കാലം പുതിയ മന്ത്രി ഉണ്ടാവില്ല. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന സാംസ്കാരികം, മത്സ്യബന്ധനം വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുത്തു എന്ന വിവരം അതിനൊപ്പം ചേർത്ത് നിർത്തുന്നു. MLA സ്ഥാനം കൂടി രാജിവെക്കാൻ സജി ചെറിയാൻ തയ്യാറാകണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നു. രാജി സ്വതന്ത്രമായ തീരുമാനമാണ് എന്ന് സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. അതുകൂടി ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയ സാഹചര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതിന് ഞാൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല, ഭരണഘടനയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അത് അതിനൊപ്പം ചേർത്ത് നിർത്തുന്നു. സംഭവബഹുലം ആ 9 മണിക്കൂർ. രാവിലെ 9 മണിക്ക് നിയമസഭ പ്രക്ഷുബ്ധമാകുന്നു. വെറും 8 മിനിറ്റ് സമയം മാത്രമാണ് നിയമസഭ ചേർന്നത്. നിയമസഭ പിരിയുന്നു. 10 മണിക്ക് മുഖ്യമന്ത്രി AKG സെന്ററിലേക്ക് എത്തുന്നു. 10:30 PB അംഗങ്ങളുടെ യോഗവും 11 മണിക്ക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നു. 12 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സജി ചെറിയാൻ പുറത്തേക്ക്, രാജിയില്ല എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. 4 മണിക്ക് മന്ത്രിസഭാ യോഗവും 4:30 മന്ത്രിസഭാ യോഗം അവസാനിക്കുകയും 5 മണിക്ക് രാജിക്കത്തുമായി സജി ചെറിയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരികയുമായിരുന്നു. സംഭവബഹുലം ആ 9 മണിക്കൂർ എന്ന തലക്കെട്ടോടുകൂടി ഇന്നലത്തെ നാടകീയ നീക്കങ്ങൾ ആ വാർത്തയ്ക്കൊപ്പം വിശദീകരിക്കുന്നു മാതൃഭൂമി. ഒന്നാം പേജിൽ ഇടം പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, PT ഉഷ ഇളയരാജ രാജ്യസഭയിലേക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ്. ഒളിമ്പ്യൻ PT ഉഷ, സംഗീതജ്ഞൻ ഇളയരാജ, ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ KV വിജേന്ദ്രപ്രസാദ്, സാമൂഹിക പ്രവർത്തകൻ വീരേന്ദ്ര ഹെഗ്ഡെ എന്നിവരെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. 4 പേരും ദക്ഷിണേന്ത്യക്കാരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് ഒന്നാം പേജിൽ വാർത്തയായി ചിത്രം സഹിതം ഇടം പിടിക്കുന്നു. ഹജ്ജ് കർമ്മത്തിന് മുന്നോടിയായി മക്കയിലെ വിശുദ്ധ കഅബയ്ക്ക് ചുറ്റുമെത്തിയ വിശ്വാസികളുടെ ചിത്രം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് മാതൃഭൂമിയിൽ. ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ സജി ചെറിയാൻ രാജിവെച്ചു എന്ന തലക്കെട്ടോടുകൂടി ലീഡ് വാർത്ത ഇടം പിടിക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, തീരുമാനം സ്വതന്ത്രം, രാജിക്കത്ത് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറിയിരിക്കുന്നു, രാജി ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. ചിത്രം സഹിതം ഇന്നലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചിത്രം സഹിതം ആ വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുകയാണ്. അടുക്കളയിലും അടിയന്തരാവസ്ഥ എന്ന തലക്കെട്ടോടുകൂടി ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില കേന്ദ്ര സർക്കാർ വീണ്ടും കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ കൂട്ടിയത് 103.5 രൂപയാണ്. മോദി സർക്കാർ വന്നതിന് ശേഷം വർദ്ധിപ്പിച്ചത് 651.5 രൂപയാണ് എന്ന് ദേശാഭിമാനിയുടെ ആ റിപ്പോർട്ട് പറയുന്നു. ഇനി കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ വാവിട്ട വാക്ക് കസേര തെറിപ്പിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് സജി ചെറിയാന്റെ രാജിയുമായി ബന്ധപ്പെട്ട വാർത്ത ലീഡ് വാർത്തയായി മാറുന്നത്. സജി ചെറിയാന്റെ രാജി നിൽക്കക്കള്ളിയില്ലാതെ എന്ന കുറിപ്പ് കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കാർട്ടൂൺ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലീഡ് വാർത്ത കേരള കൗമുദി നൽകുന്നത്. PT ഉഷയും ഇളയരാജയും രാജ്യസഭയിലേക്ക് പോകുന്ന വാർത്തയും അടുക്കളയ്ക്ക് വീണ്ടും അധിക ഭാരം, ഗ്യാസ് സിലിണ്ടറിന് 50 രൂപ കൂട്ടിയെന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. മട്ടന്നൂരിലെ വാടക വീട്ടിൽ ബോംബ് പൊട്ടി അച്ഛനും മകനും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ വലിയ ചർച്ചയായ വാർത്തയാണ്. ആ വാർത്ത ഒന്നാം പേജിലുണ്ട്. പൊട്ടിത്തെറിച്ചത് നിധിയെന്ന് കരുതിയ സ്റ്റീൽ മൊന്തയാണ്. ആക്രി പെറുക്കുന്നതിനിടെ ലഭിച്ച സ്റ്റീൽ മൊന്ത നിധിയാണെന്ന് കരുതി വീട്ടിൽ കൊണ്ടുപോയി രഹസ്യമായി തുറന്നപ്പോഴുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ അസം സ്വദേശികളായ അച്ഛനും മകനും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. അത് ചിത്രം സഹിതം ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ജനയുഗത്തിലേക്ക് വന്നാൽ മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു എന്ന തലക്കെട്ടോടുകൂടി ലീഡ് വാർത്ത ഇടം പിടിക്കുന്നു. ഒപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര വാർത്ത കൂടി ഒന്നാം പേജിലുണ്ട്. ബോറിസ് സർക്കാർ ആടിയുലയുന്നു എന്ന തലക്കെട്ടോടുകൂടിയാണത്. മന്ത്രിമാരുടെ കൂട്ടരാജിയിൽ ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ സർക്കാർ ആടിയുലയുന്നു. ഇന്ത്യൻ വംശജനായ ധനമന്ത്രി ഋഷി സുനക് അടക്കം 6 മന്ത്രിമാരാണ് സർക്കാരിൽ നിന്നും പുറത്തുപോയിരിക്കുന്നത്. ആ വാർത്ത ഒന്നാം പേജിൽ ജനയുഗത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇനി വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ സജി ചെറിയാന്റെ രാജിയെ പുറത്ത് എന്ന തലക്കെട്ടോടുകൂടി ലീഡ് വാർത്തയാക്കി നൽകുന്നു. ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചു. സെക്കൻഡ് ഇന്നിംഗ്സിലെ ആദ്യ വിക്കറ്റ് വീണു. പിണറായി പിന്തുണച്ചിട്ടും രാജി അനിവാര്യമാക്കിയത് പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധമാണ്. CPIM കേന്ദ്ര നേതൃത്വവും കൈവിട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് പുരോഗമിക്കുന്നത്. MLA സ്ഥാനത്ത് തുടരാനും അദ്ദേഹം യോഗ്യനല്ല എന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം ഇടം പിടിക്കുന്നു. MLA സ്ഥാനം കൂടി ഒഴിയുന്നതാണ് ഉചിതമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. അടിയന്തര പ്രമേയത്തിൽ നിന്ന് സർക്കാർ ഒളിച്ചോടി. പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കറെ കണ്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ സഭയിൽ നടന്ന കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട് ഒന്നാം പേജിലെ റിപ്പോർട്ട്. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ രാജി എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകുന്നത്. അധിക പ്രസംഗത്തിൽ ഖേദമില്ലാതെ രാജി എന്ന തലക്കെട്ടോടുകൂടി ലീഡ് വാർത്ത ചിത്രം സഹിതം ഒന്നാം പേജിൽ ഇടം പിടിക്കുകയാണ്.
ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി സജി ചെറിയാൻ തെറിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകുന്നത്. വെട്ടിലായത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് രാജ്യപ്രഖ്യാപനത്തിലും പ്രസംഗം തള്ളാതെ മന്ത്രി എന്നതടക്കമുള്ള വിവരങ്ങൾ അതിനൊപ്പം ചേർത്ത് നിർത്തുന്നു. പരാമർശം തിരുത്താൻ സജി ചെറിയാൻ തയ്യാറാകണമെന്ന ലീഗിന്റെ പ്രസ്താവന കൂടി, സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം കൂടി ആ വാർത്തയ്ക്കൊപ്പം ചന്ദ്രിക ചേർത്ത് നിർത്തുന്നുണ്ട്. സിറാജിലേക്ക് വരികയാണെങ്കിൽ വാക്കിൽ വീണു എന്ന തലക്കെട്ടോടുകൂടിയാണ് രാജ്യവാർത്ത നൽകുന്നത്. ജന്മഭൂമിയിലേക്ക് വന്നാൽ ഗതികെട്ട് രാജി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ ഒന്നാം പേജിൽ നൽകുന്നു. മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ സജി ചെറിയാനെ കേന്ദ്ര നേതൃത്വം കൈയൊഴിഞ്ഞു, രാജി ഇനി കേസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് മലയാള മനോരമ വാർത്ത നൽകുന്നത്. ഇടം പിടിക്കുന്ന ചിത്രം കസേര വിട്ട് എന്ന കുറിപ്പോടുകൂടിയാണ് ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ രാജി പ്രഖ്യാപിച്ച ശേഷം മടങ്ങുന്ന മന്ത്രി സജി ചെറിയാന്റെ ചിത്രം ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം ഇടം പിടിക്കുന്നു. പുതിയ മന്ത്രി ഉടനില്ല എന്നതടക്കമുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിവരങ്ങൾ ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരു കാർട്ടൂണും ഇടം പിടിക്കുന്നുണ്ട്. സർക്കാർ സ്കൂളുകളിൽ 8136 അധ്യാപകർ കുറവാണ് എന്ന കണക്കുകൾ സഹിതമുള്ള ഒരു റിപ്പോർട്ടും മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. എസ് കെ, താങ്ക് യു ടി കെ രഞ്ജിത്ത്. ഇനി കേരളത്തിലിറങ്ങിയ പത്രങ്ങളിലെ ഓട്ടപ്രദർശനം നാളെ ഇതേ പരിപാടിയിൽ.